നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. വട്ടിയൂർക്കാവ് MLA VK പ്രശാന്തിന്റെ ശാസ്തമംഗലത്തെ കോർപ്പറേഷൻ കെട്ടിടത്തിലെ ഓഫീസുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ ഇപ്പോൾ പുതിയ തലങ്ങളിലേക്ക് കടന്നിരിക്കുകയാണ്. തിരുവനന്തപുരം കോർപ്പറേഷന്റെ കെട്ടിടങ്ങൾ സ്വകാര്യ വ്യക്തികൾക്ക് വാടകയ്ക്ക് നൽകുന്നതിൽ വൻ ക്രമക്കേട് എന്ന കണ്ടെത്തലാണ് നിലവിലുണ്ടായിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് സമഗ്ര അന്വേഷണം നടത്തുക എന്നൊരു തീരുമാനത്തിലേക്ക് കോർപ്പറേഷൻ എത്തിയിരിക്കുകയാണ്. വാടകയ്ക്ക് നൽകിയതിന്റെ മുഴുവൻ രേഖകൾ അത് ഹാജരാക്കാൻ സെക്രട്ടറിക്ക് നിർദ്ദേശം നൽകാനുള്ള തീരുമാനത്തിൽ അധികൃതർ എത്തിയിരിക്കുകയാണ്. പല കെട്ടിടങ്ങളും കടമുറികളും പല ആളുകൾ കൈമാറി ഉപയോഗിക്കുന്നു എന്നതടക്കമുള്ള നിർണായക കണ്ടെത്തലാണ് ഈ സംഭവവുമായി ബന്ധപ്പെട്ടുണ്ടായിരിക്കുന്നത്. ഉയർന്ന തുകയ്ക്കാണ് ഇത്തരം കൈമാറ്റം നടന്നിട്ടുള്ളതെന്നും യഥാർത്ഥ വാടകക്കാരല്ല ഇവ ഇപ്പോൾ ഉപയോഗിക്കുന്നതെന്ന കണ്ടെത്തലുമുണ്ടായി. കഴിഞ്ഞ ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിൽ BJPക്കായിരുന്നു മേധാവിത്വം ഉണ്ടായിരുന്നത്. ആ സമയം തന്നെ ക്രമക്കേട് ബോധ്യപ്പെട്ടിരുന്നു. അതുകൊണ്ട് BJP നേതാക്കൾ ഈ കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട്. പല വാണിജ്യ സ്ഥാപനങ്ങളും ഈ ഒരു കൈമാറി വന്നതാണ് എന്നടക്കമുള്ള നിർണായക കണ്ടെത്തലുകളും ഉണ്ടായിട്ടുണ്ട്. മാത്രമല്ല, ഈ അനധികൃത കൈമാറ്റമെല്ലാം തിരിച്ചുപിടിക്കുക എന്ന തീരുമാനത്തിലാണ് കോർപ്പറേഷൻ നിലവിലായിരിക്കുന്നത്. മാസത്തിൽ 250 രൂപ വാടകയ്ക്ക് വരെ കടകൾ കൈമാറിയിട്ടുണ്ട്. ഇവയെല്ലാം വൻ തുകയ്ക്ക് മറിച്ചു നൽകി ലക്ഷങ്ങൾ സമ്പാദിക്കുന്നുവെന്ന നിർണായക കണ്ടെത്തലും ഈ സംഭവവുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുണ്ട്. കുറഞ്ഞ വാടകയ്ക്ക് നൽകിയിട്ടുണ്ടെങ്കിൽ അതിന്റെ മാനദണ്ഡം എന്താണ് എന്ന് സെക്രട്ടറി വ്യക്തമാക്കണമെന്നാണ് അധികൃതർ വ്യക്തമാക്കുന്നത്. എന്തായാലും കഴിഞ്ഞ ദിവസം വളരെ വിവാദങ്ങൾക്ക് തുടക്കമിട്ടത് VK പ്രശാന്ത് MLAയോട് ഓഫീസ് ഒഴിയണമെന്ന് ശാസ്തമംഗലം കൗൺസിലർ R ശ്രീലേഖ ആവശ്യപ്പെട്ടു. ഇത് വലിയൊരു രാഷ്ട്രീയ വിവാദമായി മാറുകയുണ്ടായി. ഇതിനു പിന്നാലെയാണ് കോർപ്പറേഷന്റെ കെട്ടിടങ്ങൾ വാടകയ്ക്ക് നൽകുന്നതിൽ സമഗ്ര അന്വേഷണം വേണമെന്നൊരു ആവശ്യം എന്നൊരു തലത്തിലേക്ക് കാര്യങ്ങൾ എത്തിയത്. വിവാദം രാഷ്ട്രീയവൽക്കരിക്കേണ്ടതില്ലെന്നും വാടകയ്ക്ക് കെട്ടിടങ്ങൾ നൽകുന്നതിൽ ആവശ്യമായ പരിശോധന നടത്തുമെന്നും അന്വേഷിക്കുമെന്നും തിരുവനന്തപുരം കോർപ്പറേഷൻ മേയർ VV രാജേഷ് വ്യക്തമാക്കി. കെട്ടിടങ്ങൾ വാടകയ്ക്ക് നൽകുന്നതിന്റെ രേഖകളടക്കം വിശദമായി പരിശോധിക്കുമെന്നും VV രാജേഷിന്റെ പ്രതികരണം. അതേസമയം MLAയുടെയും കൗൺസിലറുടെയും ഓഫീസ് കെട്ടിടങ്ങൾ മാനദണ്ഡങ്ങൾ പാലിക്കാതെയുള്ള വാടക കരാറിന്റെ മറവിൽ നേടിയതാണെന്നും ഒഴിപ്പിക്കണമെന്നും ആവശ്യപ്പെട്ട് അഭിഭാഷകൻ സർക്കാരിന് പരാതി നൽകി. തിരുവനന്തപുരം ശാസ്തമംഗലത്തുള്ള കോർപ്പറേഷന്റെ ഹെൽത്ത് ഇൻസ്പെക്ടർ ഓഫീസ് കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന വട്ടിയൂർക്കാവ് MLA VK പ്രശാന്തിന്റെയും ശാസ്തമംഗലം വാർഡ് കോർപ്പറേഷൻ കൗൺസിലറുടെയും ഓഫീസുകൾ മാനദണ്ഡങ്ങൾ പാലിക്കാതെയുള്ള രഹസ്യ വാടക കരാറിന്റെ മറവിൽ നേടിയെടുത്തതാണെന്നും അന്വേഷണം നടത്തി ഒഴിപ്പിക്കണമെന്നുമാണ് നിലവിൽ ഉയർന്നിരിക്കുന്ന പരാതി. ഹൈക്കോടതി അഭിഭാഷകനും പൊതുപ്രവർത്തകനുമായ അഡ്വക്കേറ്റ് കുളത്തൂർ ജയ്സിംഗ് ആണ് ഇത് സംബന്ധിച്ച പരാതി ചീഫ് സെക്രട്ടറിക്ക് നൽകിയത്. അതേസമയം VK പ്രശാന്ത് MLA ഓഫീസ് ഒഴിയണമെന്ന നിർദ്ദേശം മേയർ VV രാജേഷ് അറിഞ്ഞില്ല എന്ന വിവരവും പുറത്തു വരുന്നുണ്ട്. കൂടിയാലോചന നടത്താതെയാണ് R ശ്രീലേഖ MLA വിളിച്ചത്. മുൻ കൗൺസിൽ തീരുമാനം പരിശോധിച്ച ശേഷം തുടർ നടപടികളിലേക്ക് കടക്കാനുള്ള തീരുമാനമാണ് നിലവിലുള്ളത്. വാടക കരാർ കാലാവധി മാർച്ച് വരെ ഉണ്ടെന്നും ഒഴിയുന്ന കാര്യം അതിനുശേഷം ആലോചിക്കാമെന്നുമാണ് VK പ്രശാന്ത് പ്രതികരിച്ചത്. മാത്രമല്ല, കോർപ്പറേഷൻ ആവശ്യപ്പെട്ടാൽ ഓഫീസ് ഒഴിയുമെന്നും VK പ്രശാന്ത് വ്യക്തമാക്കിയിരുന്നു. രാഷ്ട്രീയ മര്യാദ കാണിച്ചില്ല എന്ന VK പ്രശാന്തിന്റെ കുറ്റപ്പെടുത്തൽ കൂടി വന്നിട്ടുണ്ട്. കോർപ്പറേഷൻ സെക്രട്ടറിയോ അതുപോലെ തന്നെ മേയറോ ആവശ്യപ്പെട്ടാൽ ഒഴിയുക തന്നെ ചെയ്യും. സാമാന്യ മര്യാദ കാണിച്ചില്ല എന്നായിരുന്നു അദ്ദേഹത്തിന്റെ ഒരു കുറ്റപ്പെടുത്തൽ. സുഗമമായി മുന്നോട്ട് പോകുന്ന ഓഫീസ് ഇവിടെ നിന്ന് മാറ്റണമെന്ന നിർബന്ധ ബുദ്ധി ശരിയാണോ എന്ന് പൊതുസമൂഹം ചിന്തിക്കണമെന്നും VK പ്രശാന്തിന്റെ പ്രതികരണം. കൗൺസിൽ തീരുമാനപ്രകാരമാണ് പ്രശാന്തിന്റെ ഓഫീസ് വാടകയ്ക്ക് ഇവിടെ പ്രവർത്തിക്കുന്നത്. കെട്ടിടം ഒഴിപ്പിക്കാൻ BJPക്ക് ഭൂരിപക്ഷമുള്ള കൗൺസിൽ തീരുമാനിച്ചാൽ MLAക്ക് ഓഫീസ് ഒഴിയേണ്ടി വരും. കൗൺസിലർക്ക് കോർപ്പറേഷൻ കെട്ടിടത്തിൽ ഓഫീസ് വേണമെങ്കിൽ മേയർ വഴിയാണ് അനുമതി കിട്ടേണ്ടത്. കെട്ടിട സൗകര്യം ലഭ്യമാണോ എന്ന് സെക്രട്ടറി പരിശോധിച്ച് നടപടിയെടുക്കും. കോർപ്പറേഷന്റെ കെട്ടിടം വാർഡിൽ ലഭ്യമല്ലെങ്കിൽ നിശ്ചിത തുകയ്ക്ക് മറ്റ് കെട്ടിടങ്ങൾ വാടകയ്ക്ക് എടുക്കാവുന്നതാണ്. അതേസമയം സംഭവം വിവാദമായതോടെ വിശദീകരണവുമായി R ശ്രീലേഖ രംഗത്ത് വന്നതും കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ട കാഴ്ചയാണ്. MLA ഓഫീസ് മാറിത്തരാമോ എന്ന് VK പ്രശാന്തിനോട് ഒരു സഹോദരൻ എന്ന പോലെ അഭ്യർത്ഥിക്കുകയാണ് താൻ ചെയ്തതെന്നും ഒഴിയാൻ പറ്റില്ലെന്നും പറ്റുമെങ്കിൽ ഒഴിപ്പിച്ചോ എന്നുമാണ് അദ്ദേഹം മറുപടി നൽകിയതെന്നും R ശ്രീലേഖയുടെ പ്രതികരണം. പ്രശാന്തിന്റെ കയ്യിൽ ഫോൺ റെക്കോർഡ് ഉണ്ടെങ്കിൽ അത് പരിശോധിക്കാം. അതിൽ നിന്ന് കാര്യങ്ങൾ വ്യക്തമാകുമെന്നും ശ്രീലേഖ പറഞ്ഞു. ഓഫീസിന്റെ കാര്യത്തിൽ തുടർ നടപടി മേയറുമായി കൂടി ആലോചിച്ച് തീരുമാനിക്കും. മാത്രമല്ല, സംഭവം വിവാദമായതോടെ കഴിഞ്ഞ ദിവസം ശ്രീലേഖ VK പ്രശാന്ത് MLA നേരിട്ട് കാണുകയും ചെയ്തു. തന്റെ അറിവനുസരിച്ച് MLA ഓഫീസ് പ്രവർത്തിക്കുന്ന കെട്ടിടം കോർപ്പറേഷൻ എന്നാണ്. ഈ സ്ഥലത്തിന് പൂർണ്ണ അവകാശം കോർപ്പറേഷനാണ്. VK പ്രശാന്ത് തന്റെ അടുത്ത സുഹൃത്താണ്, സഹോദരൻ തുല്യനായ ആളാണ്. ഇന്നലെ മുൻ കൗൺസിലർക്കൊപ്പം ഇരുന്നപ്പോഴാണ് നമുക്ക് ഇരിക്കാനൊരു സ്ഥലം വേണ്ടേ എന്ന ചോദ്യം
അദ്ദേഹത്തോട് ചോദിച്ചത്. അപ്പോൾ ശാസ്തമംഗലത്ത് കെട്ടിടമുണ്ടല്ലോ എന്നാണ് താൻ പറഞ്ഞത്. ആ സമയത്താണ് കെട്ടിടത്തിന് ഇത്തരത്തിലൊരു പ്രശ്നമുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞത്. പിന്നാലെയാണ് പ്രശാന്തിനെ ഫോൺ വിളിച്ചതും. ആദ്യം പ്രശാന്ത് ഫോൺ എടുത്തില്ല, പിന്നാലെ തന്നെ പ്രശാന്ത് തിരിച്ചു വിളിച്ചു. താൻ കൗൺസിലറായി എല്ലാവിധ സഹായങ്ങളും ഉണ്ടാകണമെന്നായിരുന്നു ആദ്യം പറഞ്ഞത്. പിന്നാലെയാണ് തനിക്കൊരു അപേക്ഷയുണ്ടെന്ന് പറഞ്ഞ് കെട്ടിടത്തിന്റെ കാര്യം പറഞ്ഞത്. താൻ കൗൺസിലറായി പക്ഷെ തനിക്ക് ഇരിക്കാൻ സ്ഥലമില്ല, അതുകൊണ്ട് ആ ഓഫീസിൽ നിന്ന് മാറിത്തരാൻ പറ്റുമോ, അത് പരിഗണിക്കണേ, അതെന്റെ അപേക്ഷയാണ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു അത് ഇപ്രാവശ്യം ബുദ്ധിമുട്ടായിരിക്കുമെന്ന്. തിരഞ്ഞെടുപ്പ് കഴിയും വരെ കെട്ടിടം വേണമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. തനിക്ക് 5 വർഷത്തേക്ക് ജോലി ചെയ്യേണ്ടതല്ലേ, ആ കെട്ടിടം കിട്ടിയാൽ നന്നായിരുന്നു എന്ന് പറഞ്ഞു. അതൊന്ന് പരിഗണിക്കണം, പതുക്കെ മതി തീരുമാനം എന്നാണ് താൻ പറഞ്ഞത്. അപ്പോൾ പ്രശാന്താണ് പറഞ്ഞത് അത് പറ്റില്ല, ഒഴിപ്പിക്കാൻ പറ്റുമെങ്കിൽ ഒഴിപ്പിച്ചോ എന്ന്. അത് എൻ്റെ കൂടെയുള്ളവർ കേട്ടതാണ്. എൻ്റെ ഫോണിൽ റെക്കോർഡില്ല, ഞാൻ ആരുടെയും ഫോൺ റെക്കോർഡ് ചെയ്യാറില്ല. എൻ്റെ അറിവിൽ പ്രശാന്തിൻ്റെ ഫോണിൽ റെക്കോർഡുണ്ട്, അത് പരിശോധിക്കാവുന്നതാണ്. തൻ്റെ യാചനാസ്വരവും പ്രശാന്ത് ഇങ്ങോട്ട് സംസാരിച്ച രീതിയും നിങ്ങൾക്ക് കേൾക്കാവുന്നതാണ് എന്നും ശ്രീലേഖ വ്യക്തമാക്കി. തീർച്ചയായിട്ടും ആർ ശ്രീലേഖയെ കുറ്റപ്പെടുത്തിക്കൊണ്ടുള്ള ചില വിലയിരുത്തലുകളാണ് കഴിഞ്ഞ ദിവസം ഉണ്ടായത്. പക്ഷേ ശ്രീലേഖ കാര്യങ്ങൾ വ്യക്തമാക്കുന്നത് ഇപ്രകാരമാണ്. താൻ യാചനാസ്വരത്തിലാണ് പറഞ്ഞത്, അപ്പോൾ തന്നോട് ഇങ്ങോട്ട് തട്ടിക്കയറുകയായിരുന്നു എന്ന രീതിയിലുള്ള ഒരു വിശദീകരണമാണ് ശ്രീലേഖ നൽകിയത്. എന്തായാലും ഈ ഒരു ഓഫീസ് ഒഴിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള വിവാദങ്ങൾ ഏത് രീതിയിലാണ് ഇനി പര്യവസാനിക്കുക എന്നതും ഒരു ചോദ്യം തന്നെയാണ്. അതേസമയം തൻ്റെ അറിവിൽ കോർപ്പറേഷനുമായി ഇത്തരത്തിലൊരു കരാറുണ്ടെന്ന് തോന്നുന്നില്ല എന്നും ശ്രീലേഖ വ്യക്തമാക്കി. കഴിഞ്ഞ കോർപ്പറേഷൻ അദ്ദേഹത്തിന് ചെയ്തു കൊടുത്ത സഹായമാണ് കെട്ടിടം. തൻ്റെ നയം അഭ്യർത്ഥനയാണ്, അതിനുശേഷം സമ്മതിച്ചില്ലെങ്കിൽ നിയമപരമായി മുന്നോട്ട് പോകും. സഹോദര തുല്യനായ ഒരാളോട് അഭ്യർത്ഥിക്കുകയാണ് ചെയ്തത്, അല്ലാതെ മറ്റൊരു രീതിയിലും സംസാരിച്ചിട്ടില്ല. അടുത്ത നടപടി എന്താണെന്ന് പാർട്ടി നേതൃത്വത്തോട് മേയറുമായും ആലോചിച്ച് തീരുമാനിക്കും. MLA ക്വാർട്ടേഴ്സ് തൊട്ടടുത്താണ്, അദ്ദേഹം വിചാരിച്ചാൽ മണ്ഡലത്തിൽ എവിടെയും സ്ഥലം കിട്ടും. പക്ഷേ കൗൺസിലർക്ക് അങ്ങനെയല്ല എന്നും ശ്രീലേഖയുടെ പ്രതികരണം. അതേസമയം ഈ വിഷയത്തിൽ പ്രതികരിച്ച് മേയർ VV രാജേഷ് ഇത്രത്തോളം രാഷ്ട്രീയവൽക്കരിക്കേണ്ട കാര്യമില്ലെന്നും VK പ്രശാന്തുമായുള്ള സൗഹൃദം വെച്ചാണ് ആർ ശ്രീലേഖ ഓഫീസ് ഒഴിയാനുള്ള ആവശ്യം ഉന്നയിച്ചതെന്നും VV രാജേഷിന്റെ പ്രതികരണം. എല്ലാ കാര്യങ്ങളും പാർട്ടിയോട് പറയണമെന്നില്ല, അങ്ങനെ ഒരു ചർച്ച വന്ന സ്ഥിതിക്ക് ഇത്തരത്തിൽ കോർപ്പറേഷൻ കെട്ടിടം വാടകയ്ക്ക് കൊടുക്കുന്നതിലെ രേഖകൾ പരിശോധിക്കും. 300 സ്ക്വയർ ഫീറ്റ് റൂം 832 രൂപയ്ക്കാണ് നൽകിയിരിക്കുന്നത്. ഇത്തരത്തിൽ സ്വകാര്യ വ്യക്തികൾക്ക് വാടകയ്ക്ക് നൽകിയിട്ടുണ്ടോ എന്നും പരിശോധിക്കും. MLA ഓഫീസിന് ഇളവ് നൽകാവുന്നതാണ്. രേഖകൾ പരിശോധിച്ച് കൂടുതൽ കാര്യങ്ങൾ പറയാം. സ്വകാര്യ വ്യക്തികൾക്ക് കോർപ്പറേഷൻ കെട്ടിടം കുറഞ്ഞ വാടകയ്ക്ക് കൊടുത്തിട്ടുണ്ടോ എന്ന് സമഗ്രമായ അന്വേഷണം നടത്തുമെന്നും VV രാജേഷ് വ്യക്തമാക്കി. നഗരസഭാ പരിധിയിൽ സർവീസ് നടത്തുന്ന ബസ്സുകൾ മറ്റിടങ്ങളിലേക്ക് ഓടുന്നുവെന്ന വിവരം മുൻപ് കിട്ടിയിരുന്നു, ഇത് പരിശോധിക്കും. നഗരത്തിലൂടെ ഓടാനാണ് ഈ ബസ്സുകൾ കേന്ദ്ര സർക്കാർ അനുവദിച്ചതെന്നും VV രാജേഷ് പറഞ്ഞു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.